മാതൃഭൂമി ന്യൂസ് ഇംപാക്ട്. പരുന്തുംപാറയിലെ ഭൂമി കയ്യേറ്റത്തിൽ ഒഴിപ്പിക്കൽ നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം. ഇതിനായി സബ് കളക്ടറുടെ നേതൃത്വത്തിൽ 15-അംഗ സംഘത്തെ നിയോഗിച്ചു. പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെയിനസ് രാജു നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ജെയിൻ പുറത്തേക്ക് കൊണ്ടുവന്ന വാർത്തയാണ്. അതിലിപ്പോൾ കടുത്ത നടപടികളിലേക്ക് ജില്ലാ ഭരണകൂടം കടക്കുകയാണ്. നിരോധനാജ്ഞയ്ക്ക് പ്രഖ്യാപിക്കേണ്ട സാഹചര്യം എന്താണ് ജെയിൻ? ഇന്നോ നാളെയോ ഈ ഒഴിപ്പിക്കൽ നടപടികൾ ആരംഭിച്ചു അല്ലെങ്കിൽ ഒഴിപ്പിക്കാൻ തുടങ്ങുമെന്നല്ല ഇപ്പോൾ ജില്ലാ ഭരണകൂടത്തിന്റെ ഈ നടപടികളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് 2 മാസത്തെ ഒരു കാലയളവാണ് ജില്ലാ ഭരണകൂടം മുന്നിൽ കാണുന്നത്. ആ കാലയളവിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടികൾ തടസ്സപ്പെടാതെ ഇരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ഇപ്പോൾ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 3 വില്ലേജുകളിലായി ഏതാണ്ട് 5 സർവേ നമ്പറുകളിൽ പെടുന്ന പ്രദേശത്താണ് ഈ നിരോധനാജ്ഞ. അതായത് ഈ കയ്യേറ്റം വ്യാപകമായിട്ടുള്ള മേഖലകളിലെല്ലാം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നാളെ മുതൽ ഒരു പക്ഷേ ഡിജിറ്റൽ സർവേ, ആദ്യഘട്ടത്തിൽ ഡിജിറ്റൽ സർവേ ആയിരിക്കും നടക്കുക. ആ ഡിജിറ്റൽ സർവേ 1 മാസം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയും. അങ്ങനെ 1 മാസം കൊണ്ട് പൂർത്തിയാക്കുമ്പോൾ എവിടെയൊക്കെയാണ് ആരൊക്കെയാണ് അനധികൃതമായി ഭൂമി കൈവശം വെച്ചിരിക്കുന്നതെന്ന് കൃത്യമായി റവന്യൂ വകുപ്പിന് മനസ്സിലാക്കാൻ കഴിയും. അതിനുശേഷം അതിന്റെ തുടർ നടപടികളാണ്. ആ തുടർ നടപടിയിൽ ഈ ബന്ധപ്പെട്ടവർക്ക് നോട്ടീസ് നൽകി അവരെ ഹിയർ ചെയ്ത് അവരുടെ ബന്ധപ്പെട്ട രേഖകൾ പരിശോധിച്ച് അടുത്ത നടപടികളിലേക്ക് കടക്കാൻ കഴിയും. എന്തായാലും വളരെ ആസൂത്രിതമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ പ്ലാനിങ്ങോട് കൂട്ടിയിട്ടുള്ള ഒരു നടപടിയിലേക്ക് റവന്യൂ വകുപ്പും ജില്ലാ ഭരണകൂടവും കടന്നു എന്ന് നമുക്ക് പറയാൻ കഴിയും. 15-അംഗ സംഘത്തെയാണ് നിയോഗിച്ചിരിക്കുന്നത്. ഇടുക്കി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള 15-അംഗ റവന്യൂ സംഘമാണ് ഈ കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടികളുടെ ഭാഗമായി ഉള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പീരുമേട് താലൂക്കിൽ ജോലി ചെയ്ത ഉദ്യോഗസ്ഥരെ ആരെയും ഈ സംഘത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. രാജു ആണ് വിവരങ്ങൾ നൽകിയത്.